ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കോളൂ. നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് നല്ലൊരു എപ്പിസോഡായിരുന്നു. നമ്മുടെ വിഷ്ണു ശാലിനിയും കണ്ട് സംസാരിക്കുന്ന, അങ്ങനെ വിഷ്ണു അവിടെ നിന്ന് പോകുന്ന സീനൊക്കെയാണ് ഇന്ന് ആദ്യമേ എപ്പിസോഡ് തുടങ്ങുന്നത്. അങ്ങനെ ശാലിനിയോട് യാത്ര പറഞ്ഞു പോകുന്നു. ഈ സമയത്താണെങ്കിൽ നമ്മുടെ പപ്പി മോള് റോഡിലൂടെ ഇറങ്ങി നടക്കുന്നു. ശ്യാമ എഴുന്നേറ്റ് നോക്കുമ്പോൾ മോളെ കാണുന്നില്ല. അങ്ങനെ ശ്യാമ ഫോൺ എടുത്ത് നമ്മുടെ ശാരദ ടീച്ചറെ വിളിക്കുകയാണ്, മോളെ കാണാനില്ല എന്ന് പറയുന്നു. അങ്ങനെ അത് ശാലിനിയുടെ അടുത്ത് പറയുന്നു. അങ്ങനെ ശാലിനി പറയുന്നു, വിഷമിക്കേണ്ട, ഞാനും പോകാമെന്ന് പറയുന്നു. അങ്ങനെ രാത്രി അവർ തപ്പി ഇറങ്ങുകയാണ്. ഇതേ സമയത്താണ് രാഘവൻ നായരും ഒരു സൈഡിലൂടെ ഇങ്ങനെ ഇരുട്ടത്ത് നടക്കുകയാണ്. രാഘവൻ നായർ ഓർമ്മയില്ലാതെയാണ് നടക്കുന്നത്. അങ്ങനെ നടന്ന് ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ പോയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്യാമയാണെങ്കിൽ രോഹിത്തിനെ ഒരുപാട് വിളിക്കുന്നു മോളെ തപ്പാൻ വേണ്ടിയിട്ട്. അപ്പോൾ രോഹിത്ത് എഴുന്നേൽക്കുന്നൊന്നുമില്ല. അപ്പോൾ രോഹിത്ത് പറയുന്നു, ആരുടെ മോള്, അവിടെ എങ്ങാനും കാണും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ കിടക്കുകയാണ്. അപ്പം ശ്യാമ പറയുന്നു, നീ ഒന്നും ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല, നീ നശിച്ചു പോകത്തേ ഉള്ളെന്നും പറഞ്ഞിട്ട് അങ്ങനെ ശ്യാമയും തപ്പാൻ ഇറങ്ങുകയാണ്. അങ്ങനെ ശ്യാമ ഒരു സൈഡിലൂടെ തപ്പിയാൻ ഇറങ്ങുന്നു. നമ്മുടെ ശാലിനി ഒരു ഓട്ടോയിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കടകളിലെല്ലാം കയറി ഇറങ്ങുകയാണ്, മോളുടെ ഫോട്ടോയും കാണിച്ച്. അപ്പോൾ എവിടെയും കണ്ടെത്താൻ കഴിയുന്നില്ല. അങ്ങനെ പപ്പിമോളാണെങ്കിൽ ഇങ്ങനെ ഓടുന്ന സമയത്ത് രണ്ട് ഓട്ടോ ഡ്രൈവർമാർ പുറകെ വരികയാണ്. അപ്പോൾ കുഞ്ഞ് പേടിച്ചോടുകയാണ്. അങ്ങനെ ഓടുന്ന സമയത്ത് കുഞ്ഞ് നമ്മുടെ രാഘവൻ നായരെ കാണുന്നു. അപ്പോൾ അച്ചച്ചാന്ന് വിളിച്ചിട്ട് ഓടി ചെല്ലുകയാണ്. അപ്പോൾ ആദ്യം രാഘവൻ നായർക്ക് മനസ്സിലാകുന്നേ ഇല്ല. അപ്പം വീണ്ടും വിളിക്കുന്നു, അച്ചച്ച ഞാനാണെന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞതിന് ശേഷം നമ്മുടെ കുഞ്ഞിങ്ങനെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഈ ഗുണ്ടകൾ വന്ന് അവരെ ഉപദ്രവിക്കുകയാണ്. ആ സമയത്താണ് വിഷ്ണു അതിലേക്ക് കടന്നു വരുന്നത്. അപ്പം വിഷ്ണു നോക്കുമ്പോൾ അച്ഛനെ കാണുന്നത്, അച്ഛൻ ഇവിടെ എങ്ങനെ? അങ്ങനെ കുഞ്ഞിനെ അവിടെ നിന്ന് രക്ഷിക്കുന്നു. അപ്പോൾ കുഞ്ഞ് വിഷ്ണു അച്ഛാന്നും വിളിച്ച് കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ അവരെ തല്ലി താഴെ ഇടുന്ന സമയത്ത് പോലീസ് വണ്ടി വരുമ്പോൾ വിഷ്ണുവിന് അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വിഷ്ണു അവിടെ നിന്ന് ഓടുകയാണ്. ഓടുന്ന സമയത്ത് അച്ഛനോട് പറയുന്നുണ്ട്, മോളെ ശ്രദ്ധിച്ചേക്കണം എന്ന് പറയുന്നു. അങ്ങനെ വിഷ്ണു മറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ പോലീസ് വന്നിട്ട് ഈ ഗുണ്ടകളെ രണ്ടുപേരെയും ഇത് ചെയ്യുകയാണ്. അപ്പം അച്ഛൻ രാഘവൻ നായർ പറയുന്നു, എൻ്റെ മോൻ വന്നാൽ രക്ഷിച്ചെന്ന് പറയുന്നു. മോനോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ രാഘവൻ നായർക്ക് ശരിക്കും ഓർമ്മയില്ല എന്താ സംഭവിക്കുന്നത്. അങ്ങനെ കുഞ്ഞ് അടുത്ത് നിൽക്കുകയാണ്. അങ്ങനെ ശ്യാമയും ശാലിനിയും ഒരുമിച്ച് ശ്യാമയെ വഴിയിൽ നിന്ന് ശാലിനി കാണുകയാണ്. അങ്ങനെ ഓട്ടോയിൽ കയറ്റി രണ്ടുപേരും പോകുന്ന സമയത്ത് ശാരദ ടീച്ചർ വളരെ ഇനിയൊന്നും നോക്കണ്ട, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറയും. അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ്. കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് CAയും അവരെല്ലാം കൂടെ വണ്ടിയിൽ വരുന്ന രണ്ടുപേരെയും കൂട്ടി. അപ്പോൾ പറയുന്നത്, എന്താ മേഡം ഇവിടെ വന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ മോള് മിസ്സിങ്ങാന്ന് പറയുന്നു. അയ്യോ അവിടെ ആയിരിക്കും നമ്മൾ മറ്റേ മുത്തച്ഛൻ്റെ കൂടെ പറഞ്ഞു വിട്ടേന്ന് ചോദിക്കുന്നു. അപ്പോൾ ആരുടെ കൂടെയെന്ന് ചോദിക്കുന്നു. അപ്പോൾ രാഘവൻ നായരുടെ കൂടെയാന്ന് പറയുന്നു. അങ്ങനെ ശാലിനിക്ക് മനസ്സിലാവുന്നു. അപ്പോൾ അച്ഛൻ്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ ഇവരെന്ത് ചെയ്യണമെന്ന് പോലീസുകാർ ചോദിക്കണം. അപ്പോൾ പറയും, ഞാൻ പറയാം. അങ്ങനെ ശാലിനി അവരുടെ അടുത്ത് പറയുന്നത്, എൻ്റെ മോളുടെ ദേഹത്തെങ്ങാനും തൊട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പോക്സോ കേസിൽ നിന്നെയൊക്കെ അകത്താക്കുമെന്ന് പറയുന്നു. ശാലിനിയാണ് പറയുന്നത്. ശാലിനി വിഷ്ണുവാണ് പറയുന്നതെന്ന് പറയുന്നു. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ രാഘവൻ നായർ സത്യഭാമയുടെ അടുത്ത് നിന്നിട്ട് സത്യഭാമയെന്ന് വിളിക്കുകയാണ്. അതേ, നിന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു എന്ന് പറയുന്നത്. സത്യഭാമ നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ സത്യഭാമ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേനും നമ്മുടെ പപ്പി മോളെങ്ങനെ ഇവിടെ വന്നെന്നും പറഞ്ഞിങ്ങനെ നോക്കിയാണ്. അത് അച്ഛൻ്റെ കൂട്ടാൻ വന്നെന്ന് പറയും. അച്ഛൻ കൂട്ടാൻ വന്നെന്നോ എന്നാ? അപ്പോൾ രാഘവനായരോട് ചോദിക്കുന്നു, എങ്ങനെ പോയി രാഘവേട്ടാന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ രാഘവൻ നായർക്ക് ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്താ സംഭവിച്ചതെന്ന്. അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് നമ്മുടെ ശാലിനി ശ്യാമയും കൂടെ സത്യഭാമയുടെ അടുത്തേക്ക് വരുന്നതാണ്. അപ്പോൾ കുഞ്ഞ് ശാലിനിയെ കണ്ടതോടുകൂടി തന്നെ ചേച്ചിയമ്മയെന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അപ്പോൾ ശാലിനിക്കും വളരെ വിഷമമാവുന്നു. ശ്യാമയാണെങ്കിൽ മോളോട് വരാൻ പറയുന്നു. അപ്പോൾ മോള് പറയുന്നില്ല, ഞാൻ അങ്ങോട്ടേക്ക് വരില്ല, എനിക്ക് പേടിയാണ്, എനിക്ക് അവിടെ നിൽക്കേണ്ട എന്ന് പറയുകയാണ്. കുഞ്ഞ് വളരെ ഇങ്ങനെ കരയുകയാണ്. അപ്പം സത്യഭാമയും രാഘവൻ നായരോടും കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയുകയാണ്. രോഹിത്തും വെള്ളമടിച്ചിങ്ങനെ നിൽക്കുന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. അങ്ങനെ കുഞ്ഞിനെ അവർ കൂട്ടി ഓട്ടോയിൽ പോകുന്ന സമയത്ത് നമ്മുടെ രോഹിത്ത് ശ്യാമയെ വിളിക്കുന്നു. അപ്പോൾ ശ്യാമ പറയുകയാണ്, ഇനി ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല, ഞങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരാളുടെ കൂടെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന തരത്തിൽ നമ്മുടെ ശ്യാമ പറയുകയാണ്. സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കുകയാണ്. അപ്പോൾ ഇനി രോഹിത്തിന് അപ്പോൾ ദേഷ്യം വരുന്നൊക്കെയുണ്ട്. അങ്ങനെയാണ് എപ്പിസോഡ് കടന്നു പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.